ഈശോയിൽ പ്രിയമുള്ളവരെ, യേശുവിന്റെ സമർപ്പണ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. നാം ഇന്ന് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗത്തിൽ 3 കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഒന്നാമത്തേത് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. രണ്ടാമത്തേത് ശിമയോൻ തന്റെ കരങ്ങളിൽ ഉണ്ണിയേശുവിനെ എടുത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. അന്ന ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം ആരംഭിക്കുമ്പോൾ നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വാചകം ആവർത്തിച്ച് പറയുന്നുണ്ട്. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നുള്ള വാക്കുകൾ 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. അവർ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ചെയ്തതെല്ലാം നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചായിരുന്നു. എന്താണ് നിയമം? പഴയ നിയമത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളാണ് നിയമം, തോറ എന്നറിയപ്പെടുന്നത്. ദൈവവചനത്തിന് അനുസൃതമായി തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച ഒരു കുടുംബം. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിന് എത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ അതിനെയെല്ലാം സമചിത്തതയോടെ നേരിടുവാനായിട്ട് സാധിച്ചത്. ദൈവവചനത്തോട് അത്രമാത്രം കൂറുപുലർത്തിയ ഒരു കുടുംബം. ഇനി അവർ ചെയ്യുന്നത് തങ്ങളുടെ മകനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ദേവാലയത്തിൽ ഉണ്ണിയേശുവിനെ സമർപ്പിക്കുന്ന സമയത്ത് 2 കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒന്നാമത്തേത് ശിമയോനാണ്. ശിമയോൻ ഒരു പ്രതീകമാണ്. ശിമയോനെ കുറിച്ച് പറയുന്നത് വരാനിരിക്കുന്ന രക്ഷകനെ കാണാതെ മരിക്കുകയില്ല എന്ന് അറിയിപ്പ് ലഭിച്ചവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാഗ്ദാനത്തിൽ പ്രതീക്ഷ വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു ശിമയോൻ. ഇസ്രായേൽ ജനവും ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോയവരാണ്. നൂറ്റാണ്ടുകളായി ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിവർത്തിതമാകും എന്ന പ്രത്യാശയോടെ ജീവിച്ചു കൊണ്ടുവന്നവരാണ് ഇസ്രായേൽ ജനം. അവരുടെ ചരിത്രത്തിൽ ഒത്തിരിയേറെ സംഭവങ്ങൾ ഈ വിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കുമൊക്കെ അപ്പുറമുള്ളതുണ്ടായിരുന്നു. എന്നിരുന്നാലും എത്ര പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം വെച്ച് മുന്നോട്ടു പോയ ഒരു ജനം. ആ ജനത്തിന്റെ പ്രതീകമാണ് ഈ ശിമയോനും. ഇസ്രായേൽ ജനത്തിന്റെ പ്രതീകമായ ശിമയോൻ തന്റെ കരങ്ങളിൽ രക്ഷകനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് സംസാരിക്കുന്നു. അടുത്ത കഥാപാത്രം പ്രവാചികയായ അന്നയാണ്. അന്നയെക്കുറിച്ച് പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1, അവൾ ആശേർ വംശജിയാണ്. 2, 84 വയസ്സായിരുന്നു. 3, കന്യകാപ്രായം മുതൽ 7 വർഷം വിവാഹിതയായും അതിനുശേഷം ദേവാലയത്തിൽ ആരാധനയും പ്രാർത്ഥനയുമായും കഴിച്ചുകൂട്ടിയവൾ. ആശേർ വംശം ഇസ്രായേലിൽ ഏറ്റവും വടക്കായി മെഡിറ്ററേനിയൻ നദിക്കരികെയാണ് അവർ ജീവിച്ചിരുന്നത്. ഫലഭൂയിഷ്ടിയുള്ള മണ്ണ്. അതുകൊണ്ട് തന്നെ അവർ ഒത്തിരിയേറെ സമ്പന്നരായിരുന്നു. പക്ഷെ അവർക്കൊരു കുറവുണ്ടായിരുന്നു. അവർ ദൈവത്തിന്റെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന മറ്റ് ജനതകളുടെ ആചാര രീതികളും ജീവിത രീതികളും സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അസീറിയ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഇവരെ കീഴ്പ്പെടുത്തുകയും ആശേർ വംശം മുഴുവനെയും നാടുകടത്തുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേലിലെ നഷ്ടപ്പെട്ടുപോയ 10 ഗോത്രങ്ങളിൽ ഒന്നാണ് ഈ ആശേർ വംശം. അതായത് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് അതിന്റെ ഫലമായി ചരിത്രത്തിൽ രംഗത്ത് നിന്ന് മാറിപ്പോകേണ്ടി വന്ന ഒരു വംശം. ആ വംശത്തിന്റെ ഒരു സന്തതി ഇതാ മിശിഹ വരുമ്പോൾ ദേവാലയത്തിൽ സന്നിഹിതയാണ്. ആശേർ വംശം മുഴുവനും ദൈവത്തെ അവഗണിച്ച് തിരസ്കരിച്ചെങ്കിൽ ഇതാ ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്ന ഒരുവൾ ദേവാലയത്തിൽ. ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്ന ചെറിയൊരു കൂട്ടം ജനത്തിന്റെ പ്രതിനിധിയാണ് അന്ന. 84 വയസ്സായിരുന്നു അവൾക്ക്. 12 × 7 12 ഇസ്രായേലിന്റെ പ്രതീകമാണ്. 7 പൂർണ്ണതയുടെയും. അപ്പോൾ ഇസ്രായേൽ എന്തായിരിക്കണമോ അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ച ഒരുവളാണ് അന്ന പ്രവാചിക. ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ മണവാട്ടിയായിട്ട് പ്രവാചകന്മാർ ചിത്രീകരിക്കുന്നുണ്ട്, ദൈവത്തെ മണവാളനായിട്ടും. ഇവിടെ അന്ന 7 വർഷം വിവാഹിത, 7 പൂർണ്ണതയാണ് എങ്കിൽ വിവാഹ ജീവിതത്തിലെ പൂർണ്ണതയിൽ ജീവിച്ചു. എന്നാൽ പിന്നീട് വിധവയായി തീർന്നപ്പോൾ പിന്നീട് അവൾ ദൈവത്തിന്റെ മണവാട്ടിയെപ്പോലെ രാവും പകലും ദൈവാലയത്തിൽ ജീവിച്ച് ദൈവത്തിനോട് അത്രമാത്രം ഒട്ടിച്ചേർന്ന് നിന്ന് വിശ്വസ്തത പാലിച്ച ഒരു സ്ത്രീ.
ഈ അന്ന പ്രവാചികയാണ് ഉണ്ണീശോയെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വരുന്നത് താനടക്കമുള്ള ഇസ്രായേൽ ജനം കാത്തിരിക്കുന്ന രക്ഷകനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ രക്ഷകനെ നൽകിയ ദൈവത്തിനെ വാഴ്ത്തിപ്പുകഴ്ത്തുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ നാം മനസ്സിലാക്കിയതുപോലെ കാലം കാത്തിരുന്ന രക്ഷകന്റെ വരവ്, ആ രക്ഷകൻ സകല ജനത്തിനും വിശ്വസ്തർക്കും അവിശ്വസ്തർക്കും രക്ഷ നൽകുവാൻ വേണ്ടി കടന്നു വരുന്നവനാണ്. ആ രക്ഷകന് വേണ്ടി കാത്തിരുന്ന വ്യക്തികളെയാണ് സുവിശേഷം എന്ന് അവതരിപ്പിക്കുന്നത്. യേശുവിൻ്റെ മാതാപിതാക്കൾ, ശമയോൻ, പ്രവാചകയായ അന്ന എന്നിവരൊക്കെ. ഈ സമർപ്പണ തിരുനാൾ നമ്മളെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സമർപ്പണം എന്ന ഇംഗ്ലീഷ് വാക്കിനെ അടിസ്ഥാനമാക്കി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തേത്, സമർപ്പണം എന്ന വാക്ക് പ്രസൻറ്റേഷൻ, ടു പ്രസൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം ടു ബി പ്രസൻറ്റ്. നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പലതും ഓൺലൈൻ നടത്തുകയുണ്ടായി. സ്കൂളുകളിൽ അല്ലെങ്കിൽ ദേവാലയത്തിലെ തിരുക്രമങ്ങൾ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ പലതും ഓൺലൈൻ നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ തിരുനാൾ നമ്മളെ പഠിപ്പിക്കുന്നത് നോട്ട് ടു ബി ഇൻ ഓൺലൈൻ ബട്ട് ടു ബി പ്രസൻറ്റ്. നിൻ്റെ സാന്നിധ്യം നൽകുക. എവിടെയൊക്കെ? നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ, നിൻ്റെ സമൂഹത്തിൽ. കാരണം യേശുവിൻ്റെ സമർപ്പണ തിരുനാൾ ഈ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. പിന്നീട് പറയുന്നുണ്ട്, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന യേശുവിനെ കുറിച്ച് പറയുക. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളും ഈ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ 100% നമ്മളായിരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ ആത്മീയ ഇടങ്ങളിലൊക്കെ. രണ്ടാമത്തേത് ടു പ്രസൻറ്റ്, നിന്നെ തന്നെ സമർപ്പിക്കുക. ഇവിടെ യേശുവിൻ്റെ മാതാപിതാക്കളായ മറിയവും യൗസേപ്പും യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ വളരെ പാവപ്പെട്ട ഒരു സമർപ്പണമാണ് നൽകുന്നത്. 1 ജോഡി ചെങ്ങാലികളും 2 പ്രാവിൻ കുഞ്ഞുങ്ങളും, അത്രേ അവർക്ക് നമുക്ക് സാധിച്ചിരുന്നുള്ളൂ. നിനക്കുള്ളതെന്തോ അത് സമർപ്പിക്കുക. അത് നിൻ്റെ കുടുംബത്തിലെ വ്യക്തികൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, നിൻ്റെ സമൂഹത്തിന് വേണ്ടി. നീ ഇവിടെ ശമയോനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വയസ്സനായ വ്യക്തിയാണ്, എങ്കിലും അവൻ കാത്തിരുന്നു ദൈവത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി. എങ്ങനെയാണ് കാത്തിരുന്നത്? അവനെക്കുറിച്ച് പറയുക, നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവനായിരുന്നു. പ്രവാചികയെ അന്നയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവളും വയസ്സയായ ഒരു സ്ത്രീയായിരുന്നു. അവിശ്വസ്തരായ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും വിശ്വസ്തയോടുകൂടെ ജീവിച്ച ഒരു വ്യക്തി. തൻ്റെ വിവാഹത്തിൻ്റെ 7 വർഷങ്ങൾ അത് പൂർണ്ണതയോടെ നിർവഹിച്ചു. പിന്നീടുള്ള വർഷങ്ങളൊക്കെ അത് പൂർണ്ണതയോടുകൂടെ ദൈവത്തിന് സമർപ്പിച്ചു. ഉള്ളത് ദൈവത്തിന് പൂർണ്ണതയോടുകൂടെ കൊടുക്കുവാൻ ഈ തിരുനാൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തേത് റിസീവ് പ്രസൻറ്റ്, ദൈവത്തിൽ നിന്നും സമ്മാനം അതുവഴി നിങ്ങൾ സ്വീകരിക്കുക. നീ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം നിനക്ക് അത് സമ്മാനമായി 100 ഇരട്ടിയായി തിരിച്ചു തരും. അതെന്തിനു വേണ്ടിയിട്ടാണ്? 4ാമത്തെ കാര്യം, ബി എ പ്രസൻറ്റ്. നീ ഒരു സമ്മാനമായിട്ട് മാറാൻ, മറ്റുള്ളവർക്ക്, നിൻ്റെ കുടുംബത്തിന്, ദൈവത്തിന് നീ ഒരു സമ്മാനമായിട്ട് മാറാൻ. ഈ ഒരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ഒരു കാത്തിരിപ്പാണ്. ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മെ തന്നെ ഒരുക്കി വിശുദ്ധിയോടുകൂടെ ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയോടുകൂടെ കാത്തിരിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. 4ാമത്തെ വായനയിൽ മലാക്ക് പ്രവാചകനിലൂടെ നമ്മോട് പറയുന്നത് തന്നെയാണ്, സ്വർണവും വെള്ളിയും പോലെ നീ ശുദ്ധീകരിക്കപ്പെടും, അങ്ങനെ നിൻ്റെ ബലി കർത്താവിന് പ്രീതികരമായി മാറും. നമ്മൾ അങ്ങനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധനായ ദൈവം അശുദ്ധനായ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചത്. അതാണ് 2ാമത്തെ വായനയിൽ നാം കണ്ടത്. എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനായി മാറി. എന്തിനു വേണ്ടിയിട്ടാണ്? നാം അവനോട് സദൃശനായിട്ട് മാറുവാൻ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടെയുള്ള യാത്ര ഏറ്റവും ഫലപ്രദമായിട്ട് മാറുവാൻ ഈ സമർപ്പണ തിരുനാളിൻ്റെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കൂടെയായിരിക്കുവാനും നൽകപ്പെടുവാനും ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിക്കപ്പെടുവാനും ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നവരായിട്ട് മാറുവാനും, അങ്ങനെ ഈ യാത്ര ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട യാത്രയായിട്ട് മാറുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.